ഇന്ന് നമ്മൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഞങ്ങൾക്ക് ഇവിടെ ഫ്രോസൺ ചക്കയാണ് UK കിട്ടുക. അപ്പോൾ അതിൽ കായലിൻ്റെ ജാക്ക് ഫ്രൂട്ട് സ്ലൈസ് ചെയ്ത് നല്ല പ്രൊഡക്റ്റാണ്, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് കഴുകി വെച്ചിട്ടുണ്ട്, കുറച്ച് വേപ്പില, ഇത് ഞാൻ ഫ്രോസൺ ചെയ്ത വേപ്പില, പിന്നെ കുറച്ച് ഇതും ഫ്രോസൺ കോക്കനട്ടാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. പച്ചമുളകും നിങ്ങളുടെ എരിവിന് ആവശ്യമായത് ചേർക്കുക. ചക്ക ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ കുക്ക് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത്. നമ്മുടെ ചക്ക വേകുമ്പോഴേക്കും നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ 2 മുളക്, കുറച്ച് കടുക്, ആദ്യം കടുകും മുളകും കൂടി പൊട്ടിയതിന് ശേഷം ഓപ്ഷനിലാണ്, നമുക്ക് ഉഴുന്നുപരിപ്പ് കുറച്ച് ചേർക്കാം. അത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേപ്പില ഇടുക, എടുത്ത് വെച്ചിരിക്കുന്ന വേപ്പില. വേപ്പില ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടാം. അത് ചെറിയൊരു കളർ കിട്ടും. ഒത്തിരി ഇടരുത്, ഒത്തിരി ഇട്ട് അതിൻ്റെ ടേസ്റ്റ് പോകും. തീ എപ്പോഴും കുറച്ചിടാൻ ഓർക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും പച്ചമുളകും കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി അരക്കരുത്. അത് ഇതിലേക്ക് ചേർക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് അതൊന്ന് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ആ ചക്ക ഈ ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് നേരം വളരെ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യും. കുറച്ചും കൂടി ഒരു അതിൻ്റെ ഗ്രേവി, ആ തേങ്ങയൊക്കെ അതിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മൂടി വയ്ക്കുക, ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ട്. ഞാനിപ്പോൾ അടച്ചു വെച്ച് എന്തെടുത്തു, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോഴേക്കും ഇത് നന്നായി കുക്ക് ചെയ്ത് തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ. ഞാനിപ്പോൾ അതൊരു ഡിഷിലേക്ക് പകർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ അടിപൊളി ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക.